ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്നീയൊരു സിനിമ കണ്ട സമയത്ത് നിങ്ങൾ ആരും തന്നെ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായി പോകുന്നത്. കാരണം ഞാൻ ഈ ഒരു സിനിമ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒന്നുകൂടെ കാണാനായി പോയി. ആ ഒരു ഫസ്റ്റ് ടൈമിൽ സിനിമ കണ്ടപ്പോൾ എനിക്ക് ക്ലിക്കാവാത്ത പല കാര്യങ്ങളും ഈ ഒരു രണ്ടാം തവണ കണ്ടപ്പോൾ മനസ്സിലാകാനായി സാധിച്ചു. അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മൾ കണ്ടതൊന്നുമല്ല ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ വെറും ഒരു 1% മാത്രമേ കണ്ടിട്ടുള്ളൂ. വലിയൊരു സംഭവം, നമ്മളൊന്നും കാണാത്ത വലിയൊരു യൂണിവേഴ്സ് തന്നെ ഉണ്ട് ഈ ഒരു സിനിമക്കകത്ത്. അതിനെപ്പറ്റിയാണ് ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കാനായി പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങൾ. അതുപോലെ ഈ ഒരു സിനിമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവുക. കാരണം ഈ ഒരു സിനിമക്കകത്തുള്ള പല ക്യാരക്ടേഴ്സിനെ പറ്റിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടതിന് ശേഷം വന്ന് കാണാനായി ശ്രമിക്കുക. സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ അടിപൊളി വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം തന്നെ ആദ്യം സംസാരിക്കാം. അതായത് സിനിമ കണ്ടവർക്കറിയാം, മൂവിയുടെ ലാസ്റ്റ് ഭാഗങ്ങളായി ദുൽഖറിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളുമൊക്കെ കുറച്ച് പേര് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ കുറച്ച് പേര് ഒട്ടും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ആ ഒരു യൂണിവേഴ്സിനകത്ത് ദുൽഖറിൻ്റെ ആ ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. എന്നാൽ ദുൽഖറിൻ്റെ ഈ ഒരു ക്യാരക്ടർ ആരെയാണ് പ്ലേ ചെയ്തതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? അതായത് ഈ ഒരു സിനിമക്കകത്ത് അത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ടൊവിനോയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ചാർലി എന്നാണ്. പക്ഷേ ശരിക്കും ആരാണ് ദുൽഖർ സൽമാൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്? ടൊവിനോ ചാത്തനാണ്. അതുപോലെ തന്നെ കല്യാണി നീലിയും. അപ്പോൾ DQ ആരാണ്? അത് നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് ക്രെഡിറ്റ് സീൻസ് ഒക്കെ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. അതായത് ടൊവിനോ ചാത്തൻ, കല്യാണി നീലി, ദുൽഖർ സൽമാൻ ഒടിയൻ. സോ ദുൽഖറിൻ്റെ ക്യാരക്ടർ ഈ യൂണിവേഴ്സിൽ ഒടിയനായിരിക്കും. അത് കൺഫേം ആയിട്ടുണ്ട്. അവർ എങ്ങനെ ആയിരിക്കും ഈ ഒരു യൂണിവേഴ്സിൽ ഈ ഒരു ക്യാരക്ടറിനെ പ്രസൻറ്റ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. അത് കാത്തിരിക്കുക തന്നെ വേണ്ടി വരും. അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു യുദ്ധം കാണിച്ചുകൊണ്ടാണ്. ബട്ട് അത് എപ്പോൾ നടക്കുന്നു എന്നതിൽ പലർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. വരാൻ പോകുന്ന സിനിമയിൽ നടക്കുന്ന ഒരു വാറാണ് ആ കാണിച്ചിരിക്കുന്നത്. അപ്കമിങ് മൂവിയിൽ എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ് അത്. ബട്ട് അതിൽ അനവധി കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒരു വാർ സീൻസൊക്കെ കാണിച്ചതിന് ശേഷം സിനിമ നേരെ പോകുന്നത് ഒരു കഫേയിലേക്കാണ്. ക്ലൈമാക്സിലൊക്കെ ആ ഒരു കഫേ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കഫേക്കകത്ത് ഹിഡൻ ആയുള്ള പല കാര്യങ്ങളും ഉള്ളതായി നിങ്ങൾക്ക് കാണാമായിരുന്നു. അണ്ടർഗ്രൗണ്ട്സും കാര്യങ്ങളുമൊക്കെ. അതുപോലെ കല്യാണിയുടെ ക്യാരക്ടർ ആ ഒരു കഫേയിൽ നിന്നും രക്ഷപ്പെടാൻ നോക്കുന്ന ടൈമിൽ ആ ഒരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള മൂത്തോൻ്റെ കൂടെയുള്ള ആ ഒരു ആൾ കല്യാണിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, പാക്കേജൊക്കെ കയ്യിൽ സുരക്ഷിതമല്ലേ എന്ന്. ആ ഒരു പാക്കേജിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് സേഫ് ആണെന്നും കല്യാണി അപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു ഫൈറ്റ് എടുക്കാൻ വന്നവർക്കും വേണ്ടത് ആ ഒരു പാക്കേജാണ്. അതെടുത്ത് കല്യാണി അവിടുന്ന് രക്ഷപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു പാക്കേജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടാകും. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. അതിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് എനിക്കും അറിയത്തില്ല. അതുപോലെ ആരാണ് വില്ലന്മാർ? ഈ ഒരു സിനിമക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് എന്തോ വലിയ ഒന്ന് വരാൻ പോകുന്നുണ്ട് എന്ന ഈ ഒരു കാര്യം. അതുപോലെ മൂത്തോൻ്റെ കൂടെയുള്ള ഒരു ആൾ കോൾ ചെയ്യുന്ന സമയത്ത് ഒരു പേര് പറയുന്നുണ്ട്, ഇസ്താർ. അതായത് ഈ ഒരു സിനിമക്കകത്ത് ഈ ഒരു യൂണിവേഴ്സിനകത്ത് ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്നത് ഈ ഇസ്താറാണ്. ഇത് ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല. പക്ഷേ ആളുടെ ഒരു ചെറിയ രൂപം അത് കഴിഞ്ഞിട്ടുള്ള ഒരു ആനിമേറ്റഡ് ഷോട്ടിൽ കാണിക്കുന്നുണ്ട്. അതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചന്ദ്രയുടെ ആ ഒരു ക്യാരക്ടർ ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും ചാടിയതിന് ശേഷം ആനിമേറ്റഡ് ഷോട്ടാണ് പിന്നെ കാണിക്കുന്നത്. എന്നാൽ അവിടെ ആയിട്ട് നിങ്ങൾക്ക് വാർ നടക്കുന്നതായിട്ടും ആളുകളൊക്കെ രക്ഷപ്പെട്ട് ഓടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഒരു ടൈമിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്നും ഒരാൾ താഴോട്ട് നോക്കി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എൻ്റെ ഒരു അറിവ് വെച്ച് മെയിൻ വില്ലനായിട്ടുള്ള ഇസ്താർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ഇൻട്രൊഡക്ഷൻ സീൻസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ രൂപമുള്ള ഒരാളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അപ്കമിങ് മൂവി എന്ന് പറയുന്നത് ചില്ലറ മൂവി ആയിരിക്കില്ല. ഈ ഒരു ക്യാരക്ടേഴ്സ് മാത്രവുമായിരിക്കില്ല വരാൻ പോകുന്നത്. അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. സോ ഇനിയും കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൂടെ പറയാനുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ. ഇതെൻ്റെ ചാനലിലെ 22ാമത്തെ വീഡിയോ ആണ്.